അപ്പോൾ ജാമേഴ്സിലെ ജാമിന് എന്തോ പറ്റി, ജാം വാങ്ങിക്കാൻ പറ്റുന്നു. പ്രൊസീഡ് ഗൈസ്. അപ്പോൾ കർണാടകപ്പള്ളിയിലുള്ള എല്ലാ സീറ്റിൻ്റെയും ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ ശോചനാവസ്ഥയാണ്. നേരെയുള്ള സീറ്റാണെങ്കിൽ കുഴപ്പമില്ല, അപ്പുറത്തേക്ക് നല്ല സീറ്റാണ്. ഈ സ്റ്റീലിൻ്റെ സീറ്റിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ നന്നായിട്ട് തെന്നൽ കിട്ടും, നമുക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നണേ ഒന്നില്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സീറ്റ് അവിടെ പണിത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് പോയിരിക്കുക. ഈ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അടുത്തുള്ള സീറ്റിലൊന്നും ഇരിക്കരുത് കേട്ടോ, നല്ല സീറ്റാണ്. പക്ഷേ ഒരു രസമുണ്ട്, പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നല്ല സുഖമാണ്, അവർക്ക് സീസോയിലേക്ക് ഇരിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. തെന്നിങ്ങനെ പോകണം. ഹായ്, നല്ല രസമുണ്ട്. അവനൊരു കോള് വന്നു കണ്ടോ, അവൻ ആ കോളിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ് ഗൈസ്. നമുക്കെന്താ, നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇവൻ എന്ത് സാധനമാണെന്ന് നോക്കി, അവനൊരു പെണ്ണോ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവൻ അങ്ങ് പോയി. എനിക്ക് മാത്രം വിളിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ, അതെന്താ അങ്ങനെ? ഇത് ശരിയല്ലല്ലോ, സംസാരിക്കുമ്പോൾ എല്ലാം സംസാരിക്കണ്ടേ? എന്താ അല്ലേ ചെക്കനൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തന്നെ ഉണ്ടോ? ഓ, ഒരുമാതിരി അവൻ്റെയൊക്കെ യോഗ. പെണ്ണുങ്ങളൊക്കെ വിളിക്കുന്നേ, 10-20 പെണ്ണുങ്ങളൊക്കെ ഇവനെ വിളിക്കുന്നേ. മറക്കണ്ടല്ലേ, ഉള്ള കാര്യം പറയല്ലേ. അവനവിടെ അവൻ പോയി, അവൻ്റെ പെണ്ണിനെ വിളിച്ചപ്പോൾ അവൻ പോയി. ഒരു പെണ്ണ് നമ്മളൊക്കെ വിളിക്കാൻ ആളെ, എനിക്കൊക്കെ വിളിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അന്തൊക്കെ നൽകുന്നു വിളിക്കുന്നത്, ഞാൻ തിരിച്ചു വിളിക്കും. കേട്ടോ നിങ്ങള്? അനുഭവിക്കണം, നിങ്ങളൊക്കെ അനുഭവിക്കണം.